ഇന്നത്തെ ഈ പോയിന്റിന്റെ തലക്കെട്ട് ഒരു പക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. പ്രേക്ഷകർ ചിലരെങ്കിലും ചോദിക്കുമായിരിക്കും, ഇത് എപ്പോഴും നിങ്ങളിത് പറയുന്നതാണ്, എന്നാണ് ഈ യുദ്ധം ആരംഭിക്കുകയാണ്. എന്തുകൊണ്ട് ഇങ്ങനെ പറയേണ്ടി വന്നു എന്നുള്ളതാണ് ഇന്നത്തെ പോയിന്റ്. നമ്മളുടെ അയൽരാജ്യമായ പാകിസ്ഥാൻ ഇന്ത്യയുമായിട്ടുള്ള ബന്ധം അത് ജനിച്ച കാലം മുതൽ തന്നെ അത്ര ശരിയല്ല. ശത്രുതയെന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന ഒരു ബന്ധം. പക്ഷെ ഇപ്പോൾ കാര്യങ്ങളാകെ മറിയുകയാണ്. ഒരു കാലത്ത് ഇന്ത്യയെ മാത്രം അല്ലെങ്കിൽ ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താൻ കാശ്മീരും മറ്റിടങ്ങളും ഉപയോഗിച്ചിരുന്ന പാകിസ്ഥാൻ ഇപ്പോൾ സ്വയം ശിഥിലമാകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് സഞ്ചാരം. ഇത് പറഞ്ഞു വരുന്നത്, ഒരിക്കലും അവർ പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിലാണ് അവർക്കിപ്പോൾ വലിയ പ്രക്ഷോഭങ്ങളെ നേരിടേണ്ടി വരുന്നത്. ആദ്യം പാക് അധിനിവേശ കാശ്മീരായിരുന്നു. അവിടെ എക്കാലവും തങ്ങളുടെ ഒപ്പം നിൽക്കുമെന്ന് കരുതിയ ജനം തെരുവിലിറങ്ങി. അവർ ഇന്ത്യക്ക് അനുകൂലമായി മുദ്രാവാക്യം വിളിച്ചു. പക്ഷേ ഇന്ത്യ പഴയ ഇന്ത്യയല്ല. അവർക്ക് പിന്തുണയേകിക്കൊണ്ട് രാജ്നാഥ് സിംഗും അമിത്ഷാ അടക്കമുള്ള നേതാക്കൾ രംഗത്തെത്തി. ഒരു തുള്ളി രക്തം പോലും ചിന്താതെ POK നമ്മളിലേക്ക് വന്നു ചേരുമെന്ന് അവർ പറഞ്ഞതോടുകൂടി POKയിലെ പ്രക്ഷോഭകാരികൾക്ക് ആവേശം കൂടി. ബലൂചിസ്ഥാനും പഖ്തൂൺ മേഖലയിൽ പണ്ട് മുതൽ തന്നെ പാക് വിരുദ്ധ പ്രക്ഷോഭങ്ങളും സമരങ്ങളും സ്ഫോടനങ്ങളും നടക്കുന്ന ഏരിയകളാണ്. അവർക്ക് പണ്ടേ ആസാദി വേണം, പാക് അധിനിവേശ കാശ്മീരിലും വേണം. ഇപ്പോഴിതാ പുതിയൊരു മേഖല കൂടി തുറന്നിരിക്കുന്നു, സിന്ധ് ദേശം. സിന്ധു ദേശ് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ദിവസം രാജ്നാഥ് സിംഗ് പറയുന്നതോടു കൂടിയാണ് അത് അന്തർദേശീയ തലത്തിൽ തന്നെ വലിയ ചർച്ചയായി മാറിയത്. പക്ഷെ അതിനു മുൻപ് തന്നെ പാകിസ്ഥാനിൽ ഏറെക്കാലമായി നടക്കുന്ന ഒരു പ്രക്ഷോഭമാണ് സിന്ധു ദേശിന് വേണ്ടിയിട്ടുള്ള പ്രക്ഷോഭം. പാകിസ്ഥാൻ അനവധി വലിയ പ്രവിശ്യകളാണ്. ഇന്നലെ പാകിസ്ഥാനിൽ നിന്ന് വന്ന മറ്റൊരു വാർത്ത, പാകിസ്ഥാൻ അനവധി ചെറിയ പ്രവിശ്യകളായി വിഭജിക്കാൻ പോകുന്നുവെന്ന്. ചുരുക്കി പറഞ്ഞാൽ പാകിസ്ഥാൻ വിഭജിക്കപ്പെടാൻ പോകുന്നു എന്നാണ് ചിലർ പറയുന്നത്. ഈ സിന്ധു ദേശത്തെ ജനങ്ങളും അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളടക്കം 8ഓളം രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളുമുള്ള ഒരു പ്രദേശമാണ് അവിടെ. അവരുടെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം അതിൻ്റെ ഒരു സ്വതന്ത്ര പദവി, അതായത് ആസാദി നൽകണം എന്നുള്ളതാണ്. ആ ഒരു ആവശ്യം മുൻനിർത്തിക്കൊണ്ട് അവിടെ വളരെ കാലമായി പ്രക്ഷോഭം നടക്കുകയാണ്. രാജ്നാഥ് സിംഗ് പറയുന്നതിനും വളരെ മുൻപ് തന്നെ ആ ഒരു പ്രക്ഷോഭങ്ങളുടെ ശക്തി ഇനിയും വർദ്ധിക്കുമെന്ന് തിരിച്ചറിഞ്ഞതാണ് രാജ്നാഥ് സിംഗ് നടത്തിയ പ്രസ്താവന. കാരണം BJPയെ സംബന്ധിച്ച് അവരുടെ എക്കാലത്തെയും തലതൊട്ടപ്പൻ നേതാവെന്ന് പറയുന്ന ശ്രീ LK അദ്വാനി പോലും സിന്ധ് പ്രവിശ്യയിൽ ജനിച്ച് വളർന്നൊരു വ്യക്തിയാണ്. അദ്ദേഹം തന്റെ ബുക്കിൽ പറയുന്നത്, സിന്ധു ദേശത്തിലെ ജനങ്ങൾക്ക് ഇന്ത്യയിൽ നിന്ന് വിഭജിച്ചു പോകാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല എന്നാണ്. ഹിന്ദുക്കളെ സംബന്ധിച്ച് സിന്ധു നദിയും സിന്ധു നദിയുടെ പ്രദേശവും പരിപാവനവും പവിത്രവുമാണ്. ഇങ്ങനെ നിൽക്കുന്നതിനിടയിലാണ് രാജ്നാഥ് സിംഗിന്റെ വെടിപൊട്ടിക്കൽ. അദ്ദേഹം പറഞ്ഞത്, ഒരുപക്ഷെ സിന്ധുദേശ് ഭാവിയിൽ നമ്മുടേതായി മാറിയാലും അത്ഭുതപ്പെടാനില്ല എന്ന്. ഇത് അവിടുത്തെ പ്രക്ഷോഭകർക്ക് ആവേശം ഇരട്ടിയാക്കി. കഴിഞ്ഞ ദിവസം അവർ കറാച്ചിയുടെ തെരുവീതികളിൽ നിറഞ്ഞ് ആടി. അവർക്ക് നേരെ പോലീസ് ലാത്തിച്ചാർജും കണ്ണീർ വാതക പ്രയോഗവും വെടിവെപ്പും നടന്നു എന്നാണ് പുറത്തുവരുന്ന വിവരം. 5 പേരുടെ നില ഗുരുതരമായി തുടരുകയാണ്. പോലീസുകാർക്കും പരുക്കേറ്റു. പിന്നീട് പാകിസ്ഥാനിൽ അവശേഷിക്കുന്ന ഒരു പ്രദേശം പഞ്ചാബ് പ്രവിശ്യയാണ്. അവിടെ നിലവിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ പാകിസ്ഥാൻ അവിടെ പുതിയൊരു പ്രശ്നം ഉണ്ടാക്കാനുള്ള ഒരു ശ്രമത്തിന് ഇന്നലെ തിരികൊളുത്തി. പഞ്ചാബ് നിയമസഭ ഇന്നലെ ഒരു പ്രമേയം പാസാക്കി, ഇമ്രാൻഖാന്റെ പാർട്ടിയെ നിരോധിച്ചുകൊണ്ട്. ഇമ്രാൻഖാന്റെ പാർട്ടിയെ എന്തിനു നിരോധിച്ചു എന്ന് ചോദിച്ചാൽ അത് ബഹുരസമാണ്. ഇമ്രാൻഖാൻ ഈ അടുത്ത് പാക് സൈന്യത്തിന് എതിരെ നടത്തിയ ചില പരാമർശങ്ങൾ ഇന്ത്യയെ പരോക്ഷമായി സഹായിക്കുന്നതായിരുന്നു എന്നാണ് ഈ പഞ്ചാബ് നിയമസഭാംഗങ്ങൾ പറഞ്ഞത്. ഏതായാലും ഇമ്രാൻഖാന്റെ പാർട്ടി പാകിസ്ഥാനിൽ ശക്തമാണ്. അവർ ഏറെക്കാലമായി പ്രക്ഷോഭം നടത്തി വരികയുമാണ്. നമ്മൾ കണ്ടതാണ് ഇമ്രാൻഖാനെ കാണാൻ സഹോദരി നടത്തിയ പ്രക്ഷോഭങ്ങളും അതിനെ തുടർന്നുണ്ടായ സംഭവങ്ങളുമെല്ലാം. ഏതായാലും പഞ്ചാബ് പ്രവിശ്യയിൽ ഇമ്രാൻഖാന്റെ പാർട്ടി നിരോധിച്ചുകൂടി അവരും ഇപ്പോൾ തെരുവിലിറങ്ങും. അവരുടെ ആവശ്യം ഒരുപക്ഷെ നിരോധനം മാറ്റിക്കിട്ടുക എന്നുള്ളതായിരിക്കാം. അങ്ങനെ നോക്കുമ്പോൾ പാകിസ്ഥാനിലെ പ്രധാനപ്പെട്ട 5 ഇടങ്ങളിൽ, അതിൽ 4 പാകിസ്ഥാൻ പ്രവിശ്യയും 1 POKയും അടക്കം 5 ഇടങ്ങളിൽ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളും സ്ഫോടനങ്ങളും കലാപങ്ങളും നടക്കുകയാണ്. അങ്ങനെ ഛിന്ന ഭിന്നമായി നിൽക്കുന്ന അവസ്ഥ. സ്വാഭാവികമായും ഇങ്ങനെ നിൽക്കുന്ന ഏതു രാജ്യവും ഉടനടി ചെയ്യാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം രാജ്യത്തെ ജനങ്ങളുടെ ശ്രദ്ധ മറ്റെങ്ങോട്ടെങ്കിലും മാറ്റിവിടുക എന്നാണ്. അതായത് ഒന്നുകിൽ വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകണം. പ്രഖ്യാപനങ്ങൾ ഉണ്ടാകാൻ കാലി ഖജനാവുമായി നിൽക്കുന്ന പാകിസ്ഥാന് കഴിയില്ല. അപ്പോൾ സംഭവിക്കാൻ പോകുന്ന ഒരു പ്രധാന കാര്യം, അതിർത്തിയിൽ സംഘർഷം തുടരുന്ന അഫ്ഗാനിസ്ഥാനുമായി ഒരു വലിയ ഏറ്റുമുട്ടലിലേക്ക് പോവുക. ആ ഏറ്റുമുട്ടലിന്റെ ഇടയിൽ വീണ്ടും ട്വിസ്റ്റ് ചെയ്ത് ഇന്ത്യൻ അതിർത്തികളിൽ മാന്തുക. ഇതാണ് പാകിസ്ഥാൻ ലക്ഷ്യം വെക്കുന്നത്. ഈ ലക്ഷ്യം തിരിച്ച് അറിഞ്ഞതുകൊണ്ടാണ് ശ്രീമാൻ വ്ളാഡിമിർ പുടിൻ ഇന്ത്യൻ മണ്ണിൽ വെച്ച് പാകിസ്ഥാന് ഒരു മുന്നറിയിപ്പ് നൽകി. ഇന്ത്യ ഒറ്റയ്ക്കല്ല എന്നും ഇന്ത്യയെ ഇല്ലാതാർക്കും മുൻപോട്ട് പോകാൻ കഴിയില്ല എന്നും അഫ്ഗാനിസ്ഥാനിനെ ആക്രമിക്കാനാണ് പരിപാടിയെങ്കിൽ അതിന്റെ പ്രത്യാഘാതം ഗുരുതരമായിരിക്കുമെന്നും പുടിൻ പറഞ്ഞു മടങ്ങിയതിന് തൊട്ടു പിന്നാലെ കഴിഞ്ഞ ദിവസം ഇന്ത്യൻ വിദേശകാര്യ
വക്താവ് മാധ്യമങ്ങളോട് പറഞ്ഞത്, അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാൻ നടത്തുന്ന ഈ ആക്രമണങ്ങളെ ഞങ്ങൾ ശക്തമായി അപലപിക്കുന്നു. സാധാരണക്കാർ കൊല്ലപ്പെടുന്നതിനെ അപലപിക്കുന്നു. ശക്തമായ പിന്തുണ അഫ്ഗാനിസ്ഥാൻ നൽകുന്നു കൂടി ഇന്ത്യ പറഞ്ഞതോടുകൂടി കളം വ്യക്തമായിരിക്കുന്നു, കളിക്കാരും വ്യക്തമായിരിക്കും. ഇനി എപ്പോൾ എങ്ങനെ എന്നുള്ളതാണ്. അതിന് ഉള്ള സമയം ഇനി അധികം വൈകില്ല എന്ന് തന്നെ ഏവരും കരുതുന്നു. കാരണം ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇന്ത്യൻ അതിർത്തിയിൽ മാന്തുക എളുപ്പമല്ല. ശൈത്യകാലമാണ്. ശൈത്യകാലത്ത് നുഴഞ്ഞുകയറ്റക്കാരെ കടത്തിവിടാനുള്ള ശ്രമങ്ങൾ പാളിക്കൊണ്ടിരിക്കുന്ന വാർത്തകൾ ദിനവും എത്തുന്നു. അപ്പോൾ ഉടനടി തന്നെ അഫ്ഗാനിസ്ഥാനുമായിട്ടൊരു സംഘർഷത്തിലേക്ക് നീങ്ങുക, പാകിസ്ഥാൻ കലാപകലുഷിതമായ പ്രവിശ്യകളിലെ ജനങ്ങളുടെ ശ്രദ്ധ മാറ്റുക എന്നുള്ളതാകണം അടുത്ത പാകിസ്ഥാൻ അതിന് ലക്ഷ്യം വെക്കുന്നത്. ഇതിന് ട്രംപിന്റെ പരോക്ഷ പിന്തുണയുമുണ്ട്. കാരണം ട്രംപിന് ലക്ഷ്യം പലതാണ്. അഫ്ഗാനിസ്ഥാന്റെ മണ്ണ്, അവിടുത്തെ റയർ മെറ്റൽസ്, ഒപ്പം തന്നെ ബലൂചിസ്ഥാന്റെ മണ്ണ്, ഇനി കറാച്ചിക്ക് സമീപം കുഴിച്ചെടുക്കാൻ പോകുന്ന എണ്ണ, അങ്ങനെ സ്വപ്നങ്ങൾ അനവധി. സ്വപ്നങ്ങളും പ്രതീക്ഷയുമായി ട്രംപും അമേരിക്കയും കട്ടക്കിറങ്ങുമ്പോൾ അതിന്റെ മുന്നണി പോരാളിയായിട്ട് പാകിസ്ഥാനാണ്. ഇവിടെ നിർണായകമാകുന്നത് ചൈനയാണ്. ചൈനയ്ക്ക് ഇതിലൊന്നും ശ്രദ്ധിക്കാൻ ഇപ്പോൾ തീരെ സമയമില്ല. ഒരു ഭാഗത്ത് ജപ്പാനും തായ്വാൻ പിടിച്ചെടുക്കേണ്ട സമയം കുറിച്ച് മുൻപോട്ട് പോകുന്ന ഷീ ജിൻപിങ്ങിന് മുന്നിൽ പാകിസ്ഥാൻ ഇപ്പോൾ നിഷ്പ്രഭമാണ് എന്ന് തന്നെ പറയാം. ഇവിടെ RIC എന്ന് പറയുന്നതിൽ റഷ്യയും ഇന്ത്യയും ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ പൂർണ്ണ പിന്തുണ പരസ്യമായി തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ മുനീറിന് ചെയ്യാൻ കഴിയുന്നത് അഫ്ഗാനിസ്ഥാനുമായി പോരാടുക എന്ന് തന്നെയാണ്. കാരണം അഫ്ഗാനിസ്ഥാനുമായി പോരാടുന്ന കുറച്ചുകൂടി എളുപ്പമുള്ള ഒരു ജോലിയാണ്. ഇന്ത്യയെ പോലെ ഇരന്ന് പണിവാകേണ്ടി വരില്ല. കാരണം നിരന്തരം അഫ്ഗാനിസ്ഥാനുമായി അടിച്ച് മുന്നേറിയ ഒരു ചരിത്രം പാക് ജനതയ്ക്കും അഫ്ഗാൻ ജനതയ്ക്കുമുണ്ട്. ഒടുവിൽ എല്ലാം നമ്മുടെ ആളുകളാണല്ലോ എന്ന് പറഞ്ഞ് യുദ്ധം അവസാനിപ്പിക്കാനും കഴിയും. ഖത്തറും സൗദിയുമൊക്കെ ഓടി ഇടപെടും. ഇന്ത്യയിൽ അങ്ങനെയല്ല കാര്യം. ഇന്ത്യയുമായി ഒരു സംഘർഷത്തിലേക്ക് പോയാൽ അടി ഭയങ്കരമായിരിക്കും. ഇവിടെയാണ് ബംഗ്ലാദേശിന്റെ ചുവടുമാറ്റവും ശ്രദ്ധേയമായത്. ഹസീനെ വിട്ടുകിട്ടിയില്ലെങ്കിൽ എന്തൊക്കെയോ ചെയ്യുമെന്ന് പറഞ്ഞ യൂനസും സംഘവും ഇപ്പോൾ ഹസീനെ കുറിച്ച് കമാന്നൊരക്ഷരം മിണ്ടുന്നില്ല. അതുമാത്രമല്ല, ഇന്ത്യയുമായിട്ടുള്ള ബന്ധത്തിന്റെ കാരണങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യയുമായി അതിൽ ഒതുങ്ങുന്നതല്ല ബന്ധമെന്ന് യൂനസ് തുറന്നു പറയുകയും ചെയ്തു. ഇപ്പോൾ ബംഗ്ലാദേശിൽ അത്തരത്തിലുള്ള വാർത്ത കേൾക്കുന്നില്ല. അതിനിടയിൽ ബംഗ്ലാദേശിലെ ഷേഖ് ഹസീനയ്ക്ക് അപ്പുറത്തേക്ക് ബീഗം ഖാലിദാസിയെ കൂടി ഒപ്പം നിർത്താൻ മോദി നടത്തിയ ഒരു സന്ദേശം, അതും വലിയ ഫലം ചെയ്തിട്ടുണ്ട്. ഏതായാലും ബംഗ്ലാദേശ് അല്പം സൈലന്റിലാണ്. കാരണം തങ്ങളുടെ ഒപ്പം നിൽക്കുമെന്നും തങ്ങൾക്ക് ഒപ്പം തോളോട് തോള് ചേർന്ന് നിന്നുകൊണ്ട് ഇന്ത്യക്കെതിരെ പടപെരുതുമെന്ന് കരുതിയ പാകിസ്ഥാനിൽ തന്നെ പ്രശ്നങ്ങൾ കൊണ്ട് നിക്കക്കള്ളിയില്ല. അങ്ങനെയുള്ളപ്പോൾ ഇനി ഇന്ത്യയെപ്പോൾ ഒരു ഭീമാകാരനായ രാജ്യത്തോട് മുട്ടി എല്ല് പൊടിയണ്ട എന്ന് യൂനസ് സംഘവും തീരുമാനിച്ചതുപോലെയാണ്. ഏതായാലും എന്തും ഏത് നിമിഷവും സംഭവിക്കാവുന്ന തരത്തിലേക്ക് ഇപ്പോൾ പാകിസ്ഥാന്റെ അതിർത്തികൾ മാറി എന്ന് പറയുന്നതാകും കൂടുതൽ ഉചിതം, ഇന്ത്യൻ അതിർത്തികളല്ല. കാരണം പാകിസ്ഥാന്റെ ഒരു ഭാഗത്ത് അഫ്ഗാനിസ്ഥാനുമായുള്ള വെടിവെപ്പും സംഘർഷവും തുടരുന്നു, മറുഭാഗത്ത് എന്തിനും തയ്യാറായി ഇന്ത്യ നിൽക്കുന്നു. പാകിസ്ഥാൻ ഉള്ളിൽ വിവിധ പ്രവിശ്യകളിലെ ജനം പ്രക്ഷോഭങ്ങളും സ്ഫോടനങ്ങളും കലാപങ്ങളുമായി തെരുവിൽ അണിനിരക്കുന്നു. ഇതുതന്നെയാണ് ന്യൂസ് ഇന്ത്യ മലയാളത്തിന്റെ പോയിന്റ്. നന്ദി, നമസ്കാരം.